നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിന് പ്രളയ ധനസഹായം അനുവദിച്ച കേന്ദ്രം. സംസ്ഥാനത്തിന് 145.60 കോടി രൂപ ധനസഹായം ലഭിക്കും. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ കേന്ദ്ര വിഹിതമാണ് അനുവദിച്ചത്. കേരളത്തെ കൂടാതെ ഗുജറാത്ത്, മണിപ്പൂർ, ത്രിപുര സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം തുക പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3000 കോടിയാണ് കേരളം സഹായമായി ആവശ്യപ്പെട്ടത്. ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്നുള്ള അധിക സഹായം അനുവദിക്കുമെന്ന കാര്യത്തിൽ കേന്ദ്ര തീരുമാനം വന്നിട്ടില്ല. കേരളം ഉൾപ്പെടെയുള്ള 9 സംസ്ഥാനങ്ങളിലെ പ്രളയ സാഹചര്യം വിലയിരുത്തിയെന്നും കേന്ദ്ര സംഘത്തിന്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുക അനുവദിക്കുമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചത്. ഇതിന് പിന്നാലെയാണിപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിന്റെ വിഹിതമായി 145.60 കോടി അനുവദിച്ചത്. അതിനിടെ വയനാട് ദുരന്തത്തിൽ ഉൾപ്പെടെയുള്ള കേന്ദ്ര സഹായം ഇതുവരെ സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ല. വിശദമായ മെമ്മോറാണ്ടം നൽകിയെങ്കിലും തുടർ നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. വള്ളത്തിൽ നിന്ന് കാൽവഴുതി കടലിൽ വീണ തൊഴിലാളിയെ കാണാതായി. വിഴിഞ്ഞം കോട്ടപ്പുറം കുഴിവിള പുരയിടത്തിൽ ജയപ്രസാദിനെയാണ് പൂവാർ കടലിൽ കാണാതായത്. തിങ്കളാഴ്ച രാത്രി 8 അപകടമെന്നാണ് ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം. യഹോവ ശാലം ബോട്ടിൽ മറ്റുള്ള തൊഴിലാളികൾക്കൊപ്പം കൊച്ചി ഭാഗത്തേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. ആളെ കാണാത്തതിനെ തുടർന്ന് പൂവാർ കോസ്റ്റൽ പോലീസ്, വിഴിഞ്ഞത്തുള്ള മറൈൻ എൻഫോഴ്സ്മെന്റ് എന്നിവർക്ക് വിവരം നൽകി. തുടർന്ന് ഫിഷറീസിന്റെ മറൈൻ ആംബുലൻസിൽ ക്യാപ്റ്റൻ വാൽത്തൂർ ഷബറിയാറിന്റെ നേതൃത്വത്തിൽ പൂവാർ കടൽ അടക്കമുള്ള മേഖലയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ആളെ കണ്ടെത്തിയില്ല. ബുധനാഴ്ച വീണ്ടും തിരച്ചിൽ നടത്തും. SAT ആശുപത്രിയിലെ വൈദ്യുതി പ്രതിസന്ധി, ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. SAT ആശുപത്രിയിലെ വൈദ്യുതി പ്രതിസന്ധിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടി. സംഭവത്തിൽ 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. PWD ഇലക്ട്രിക്കൽ വിഭാഗത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. വൈദ്യുതി തകരാറിലാകുമെന്നറിഞ്ഞിട്ടും ബദൽ സംവിധാനം ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാവുമെന്ന സൂചനയും മന്ത്രി നൽകി. വിശദമായ അന്വേഷണം നടത്താൻ ചീഫ് എഞ്ചിനീയർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൂർണ്ണ നഗ്നനായി യുവാവിന്റെ ബൈക്ക് അഭ്യാസം. യുവാവിനായി പോലീസ് തെരച്ചിൽ. പെരുമ്പാവൂർ നഗരത്തിൽ പൂർണ്ണ നഗ്നനായി യുവാവ് ബൈക്കിൽ അഭ്യാസം. തൊടുപുഴയിൽ നിന്നും ബൈക്കിൽ നഗ്നനായി വന്ന യുവാവിന്റെ ദൃശ്യം പെരുമ്പാവൂർ നഗരത്തിൽ വെച്ചാണ് ചിലർ പകർത്തിയത്. ഇന്നലെ രാത്രി 1 മണിയോടെ പെരുമ്പാവൂർ ഗാന്ധി സ്ക്വയറിൽ വെച്ച് ഇയാളെ ചില യുവാക്കൾ ഇവരുടെ ബൈക്കിൽ പിന്തുടർന്ന് ദൃശ്യം പകർത്തുകയായിരുന്നു. എന്നാൽ നഗ്നനായി എത്തിയ യുവാവ് ആലുവ ഭാഗത്തേക്ക് അമിത വേഗതയിൽ വാഹനം ഓടിച്ചുപോയി. എന്നാൽ ഇയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളില്ല. യുവാവിനെ കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പും പോലീസും ശ്രമം തുടങ്ങി. സൗദിയിൽ പാചകവാതക ചോർച്ചയെ തുടർന്ന് ഫ്ളാറ്റിൽ സ്ഫോടനം. സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിൽ ഫ്ളാറ്റിലുണ്ടായ സ്ഫോടനത്തിൽ 3 പേർ മരിച്ചു. ദമാമിലെ അൽ നിഖിൽ ഡിസ്ട്രിക്റ്റിൽ 3 നില കെട്ടിടത്തിലെ ഫ്ളാറ്റിലാണ് സ്ഫോടനമുണ്ടായത്. അപകടത്തിൽ 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പാചകവാതകം ചോർന്നതാണ് സ്ഫോടനത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഫർണിച്ചർ അപ്പാർട്ട്മെന്റിലുള്ള കെട്ടിടത്തിൽ 3-ാം നിലയിലാണ് സ്ഫോടനം നടന്നത്. ഉഗ്രസ്ഫോടനത്തോടെയുണ്ടായ തീപിടുത്തത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ 20ഓളം പേർക്ക് പരിക്കേറ്റു. ഇവരിൽ 3 പേർ ഗുരുതരാവസ്ഥയിലാണ്. പരിക്കേറ്റവരെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി.